സ്നേഹമുള്ളവരെ, ഇന്നെൻ്റെ ചാച്ചൻ്റെ 8ാം ചരമവാർഷികമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10ാം അധ്യായം 25 മുതൽ തിരുവചനങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. നല്ല സമരിയക്കാരൻ്റെ ഉപമ. അതായത് ഓരോ കുഞ്ഞിൻ്റെയും ജന്മം ജീവൻ്റെ മൂല്യം നിറഞ്ഞതാണ്. ഈ അവസരത്തിൽ നമ്മൾ ജെറുസലേമിൽ നിന്നും ജെറീക്ക എന്നതുപോലെ ഉള്ള യാത്രക്കാരാണ് ഈ ഭൂമിയിൽ. ഈ യാത്രയിൽ നിത്യജീവിതത്തിലേക്കാണോ നമ്മുടെ ജീവൻ്റെ മൂല്യം സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പല കവർച്ചക്കാരുടെ കൈകളിലാണോ നമ്മുടെ ജീവൻ്റെ മൂല്യം കൊടുക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ യാത്രയിലുള്ള വിശ്വസ്തയെപ്പറ്റി കർത്താവ് പറയുന്നത്, പൂർണ്ണാത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ഹൃദയം ഓരോ വ്യക്തികൾക്കും ഉണ്ടായെങ്കിലേ നിത്യജീവിലേക്ക് നമുക്ക് സമ്പാദിക്കുന്ന ഉപകരണങ്ങളായി നാം മാറുള്ളൂ ഈശോ പറയുകയാണ്. ഈ യാത്രയിൽ ഒരു മനുഷ്യൻ കടന്നു പോവുകയാണ്. അദ്ദേഹം ഈ കടന്നു പോകുന്ന യാത്രയിൽ കവർച്ചക്കാരുടെ കൈകളിൽ പെട്ടു എന്നാണ് പറയുന്നത്. കൈകളിൽ പെട്ടുപോയി. ഈ അവസ്ഥയിൽ കൈകളിൽപ്പെട്ട വ്യക്തിയെ അർദ്ധപ്രാണനാക്കി എന്ന് പറഞ്ഞാൽ പകുതി ജീവൻ്റെ മൂല്യം മുഴുവൻ എടുത്തുകൊണ്ട് പോയി. ഇദ്ദേഹം ഇങ്ങനെ കടന്നു പോകുമ്പോൾ, വീണ് കിടക്കുമ്പോൾ സഹായിക്കാൻ 3 കഥാപാത്രങ്ങൾ കടന്നു വരികയാണ്. 1 പുരോഹിതൻ, 2 കപ്പ്യാർ, 3 നല്ല സമരിയാക്കാരൻ. പുരോഹിതനും അതുപോലെ തന്നെ നല്ല സമരിയാക്കാരനും ജീവിതത്തിന് പകുതി തീർന്നവരാണ്. എന്നാൽ പുരോഹിതൻ ഈ വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹത്തെ നോക്കാതെ വേറൊരു വഴിയെ കടന്നു പോകുന്നു എന്ന് പറയുന്നത്, മറുവഴിയെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ ഏതെങ്കിലും വഴി, ആദ്യത്തെ വഴി ഉപേക്ഷിച്ച് വേറെ വഴിയിലേക്ക് കടന്നു പോവുക. അതല്ലെങ്കിൽ ഒരു പക്ഷേ പുരോഹിതൻ ആ കർമ്മം ആ നല്ല സമരിയാക്കാൻ ഏൽപ്പിക്കുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ വിസ്തൃവാനിക്ക് പോകുന്ന സമയത്ത് അധികം അശുദ്ധനാകാതിരിക്കാൻ ഏതെങ്കിലും ആകട്ടെ കാരണങ്ങൾ. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹം കടന്നു പോയതിനു ശേഷം നല്ല സമരിയാക്കാരൻ തൻ്റെ ജീവിതത്തിൽ ജീവിത മധ്യയാണ് കടന്നത്. ജീവിത മദ്യം, അദ്ദേഹത്തിന് പകുതി ജീവിതം തീർന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കഴുതയുടെ പുറത്ത് കയറി. അദ്ദേഹം ഒരു കഴുതയെ പോലെ വളരെ നിഷ്കളങ്കനായി തീർന്നുകൊണ്ട് എളിമയോടുകൂടി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന അവസ്ഥ. ശുശ്രൂഷിച്ച ശേഷം അദ്ദേഹം 2 ധനാറ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ ബാക്കി ആവശ്യം തിരിച്ചു കൊടുക്കാം. 2 ധനാർ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ കൊടുക്കുവാനും മേടിക്കാനുള്ള അവസ്ഥ. അദ്ദേഹം എല്ലാം സമ്പാദിച്ചു, അവസാനം തിരികെ വരുമ്പോൾ അത് കൊടുത്തുകൊണ്ട് വരുന്ന അവസ്ഥയാണ്. വീട്ടിൽ കൊള്ളാമെന്നാണ് പറയുന്നത്. അതോടൊപ്പം കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വീഞ്ഞും എണ്ണയും, അത് ജീവിതത്തിൻ്റെ മുറിവണക്കുന്നതിന് വേണ്ടിയുള്ള എണ്ണയും, അതോടൊപ്പം ജീവൻ്റെ മൂല്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന് വചനം കൊടുത്തുകൊണ്ട് ആന്തരികമുള്ള ഉണക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ എല്ലാവരുടെയും ജീവിതം പകുതി ഇട്ട് പോകുന്നതല്ല, പൂർത്തീകരണത്തിലേക്ക് കിടക്കാം. പലപ്പോഴും പകുതി ഇട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതം സംഭവിക്കുന്നത്, പകുതി കൊണ്ട് ജീവിതം തീർന്നു പോയതുപോലെ. പക്ഷേ കർത്താവ് അത്തരത്തിലുള്ളവരെ കടന്നു എന്ന് അവരുടെ മനസ്സായി സഹായിക്കണം എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും നിത്യ ഉപകരണമായിട്ട്